നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഹോം സ്റ്റേ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിനകം ഹോം സ്റ്റേ തുടങ്ങിയിട്ടുള്ള ഹോം സ്റ്റേ ഓണേഴ്സിനും വളരെ ഉപയോഗപ്രദമായ ഒരു കാര്യമാണ്. പലരും ഹോം സ്റ്റേ എങ്ങനെ ആരംഭിക്കണം, എന്തെല്ലാം ചെയ്യണം, എങ്ങനെ കൂടുതൽ ഗസ്റ്റുകളെ വരുത്താം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇന്ന് അതൊക്കെ ലളിതമായിട്ട് ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാം. ആദ്യം ഹോം സ്റ്റേ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ വീടിൻ്റെ ഫോട്ടോകൾ എടുക്കുക എന്നതാണ്. ശരിയായ ഫോട്ടോകൾ ലഭിക്കുമ്പോൾ ഗസ്റ്റുകൾക്ക് നിങ്ങളുടെ വീട് എളുപ്പത്തിൽ കാണാനായിട്ട് സാധിക്കും. റൂംസ്, ബാത്റൂംസ്, വരാന്ത, പൂന്തോട്ടം ഇവയെല്ലാം വൃത്തിയായി സൂക്ഷിച്ച് സൂര്യപ്രകാശത്തിൽ നല്ല ഫോട്ടോസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഹോം സ്റ്റേ ആരംഭിക്കുമ്പോൾ ചെയ്യേണ്ട 5 ലളിതമായ ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിഥിയെ സ്വാഗതം ചെയ്യുന്ന രീതി. ഗസ്റ്റ് വരുമ്പോൾ ഒരു ഊഷ്മളമായ പുഞ്ചിരിയോടെ കാണിക്കുക. സ്വാഗതം എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കുക. ഒരു ചെറിയ ടീ അല്ലെങ്കിൽ കാപ്പി നൽകാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും മതി ഗസ്റ്റിന് നിങ്ങളുടെ ഇവിടെ സുഖമാണ് എന്നൊരു ഫീൽ വരാനായിട്ട്. രണ്ടാമത് ചെക്ക് ഇൻ ചെക്ക് ഔട്ട് റൂൾസ്. ഗസ്റ്റിന് എപ്പോൾ വരാം എപ്പോൾ പോകാം എന്ന് വ്യക്തമായിട്ട് അവരോട് പറയുക. ഉദാഹരണത്തിന് ചെക്ക് ഇൻ ടൈം 12 PM ശേഷമാണ്, ചെക്ക് ഔട്ട് 11 AM മുമ്പാണ്. ഇത് എഴുതിയൊരു ചെറിയ പേപ്പർ നൽകിയാൽ മികച്ചതാണ്. മൂന്നാമതായിട്ട് ബേസിക് സൗകര്യങ്ങൾ, അതായത് റൂംസിനകത്ത് വൃത്തിയായ കിടക്ക വേണം, തലയണ, മെത്ത ഇവയെല്ലാം നല്ല രീതിയിൽ തന്നെ ശുദ്ധമായ ഒരു ടവലും ഒക്കെ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. കൂടാതെ ബാത്റൂമിൽ സോപ്പ്, ടൂത്ത് പേസ്റ്റ്, ചെറിയൊരു ഷാമ്പു ബോട്ടിൽ ഇവയൊക്കെ കരുതുക. ശുദ്ധജലം തന്നെ ഒരു ബോട്ടിൽ റൂമിൽ വയ്ക്കുക. ഇത്രയുമാണ്. പിന്നെ ഹോട്ട് വാട്ടർ ഇല്ലെങ്കിലും ഒരു ചെറിയ ബോയിലർ വെച്ചാൽ പ്രശ്നമൊന്നുമില്ല. നാലാമതായിട്ട് ലോക്കൽ ടിപ്സ്. ഗസ്റ്റിന് നിങ്ങളുടെ നാട്ടിലെ പ്രധാന സ്ഥലങ്ങൾ, ഭക്ഷണ സ്ഥലങ്ങൾ, ട്രാൻസ്പോർട്ട് ഏരിയ, എവിടെ നിന്ന് ട്രാൻസ്പോർട്ട് കിട്ടും, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ലിസ്റ്റുകൾ അവർക്ക് നൽകുക. ഉദാഹരണത്തിന് ഇവിടെ നിന്ന് 5 കിലോമീറ്റർ അകലെ ഒരു പ്രശസ്ത ടീ ഷോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ട്രാൻസ്പോർട്ട് സൗകര്യമുണ്ട് എന്നൊക്കെ അവരോട് പറഞ്ഞു, അവിടെ പോയാൽ നല്ലതാണ് എന്നൊക്കെ അവരോടൊന്ന് പറഞ്ഞു കൊടുക്കുക. അഞ്ചാമതായിട്ട് ഫീഡ്ബാക്ക് ചോദിക്കുക എന്നതാണ്. ഗസ്റ്റ് പോകുമ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ അനുഭവം, എന്തെങ്കിലും മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ അവരോട് പുഞ്ചിരിയോടുകൂടി ഒന്ന് ചോദിക്കുക. ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. ഇനി ഹോം സ്റ്റേ ഓണർമാർക്ക് ചെറിയ ചില ടിപ്സ് കൂടി ഞാൻ തരാം. അതായത് ഒരാഴ്ചയിൽ ഒരിക്കൽ നമ്മുടെ വീടൊന്ന് നന്നായി വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഗസ്റ്റ് വരുന്നതിന് മുമ്പ് റൂം വൃത്തിയാക്കാൻ മറക്കരുത്. അയക്കാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക. ചെക്ക് ഇൻ സമയം, ഭക്ഷണ സമയം ഇവയെല്ലാം അവിടെ പറയാം. കൂടാതെ ലൊക്കേഷൻ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. കൂടാതെ സീസൺ ടിപ്സ്. മഴക്കാലത്ത് മഴ ഒഴിഞ്ഞാൽ ഗസ്റ്റിന് ഒരു ചെറിയ മഴക്കുടയൊക്കെ നൽകുക. മഴയാണെങ്കിൽ ഒരു മഴക്കുട നൽകുക. പിന്നെ തണുപ്പ് കാലത്താണ് ഒരു ചെറിയ ബ്ലാങ്കറ്റ് റൂമിൽ വയ്ക്കുക. ഒരു വലിയ തെറ്റ് പലരും ചെയ്യുന്നത് ഗസ്റ്റിനെ അധികം ബുദ്ധിമുട്ടിക്കാതിരിക്കുക. എന്താ കഴിക്കണം, എവിടെ പോകണം എന്ന് മിനിറ്റിന് അവരോട് ചോദിക്കാൻ പോകരുത്. ഒരിക്കൽ ചോദിച്ചാൽ മതിയാകും. ഇത്രയുമാണ്. നിങ്ങളുടെ സാധാരണ വീട് തന്നെയാണ് ഏറ്റവും മനോഹരമായ ഹോം സ്റ്റേ. ഒരു ചെറിയ ചോദ്യം, നിങ്ങൾ ഇന്ന് വരെ നിങ്ങളുടെ ഗസ്റ്റിന് നൽകിയ ഏറ്റവും മികച്ച ഒരു അനുഭവം എന്തായിരുന്നു? അത് കമൻറ്റിൽ രേഖപ്പെടുത്തൂ.